പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചതിയും വഞ്ചനയും കൈമുതലാക്കിയ ജലജയുടെയും അതിന് കൂട്ടുനിന്ന അജയനും ജാനകിക്കുമൊക്കെ എട്ടിൻ്റെ പണി കൊടുത്ത് നയനയും ആദർശും കൂടെ നവ്യയുടെയും നന്ദുവിൻ്റെയും വിളയാട്ടമാണ് ഇനി പത്തരമാറ്റിൽ കാണാനിരിക്കുന്നത്. അനഘയ്ക്ക് പണി കൊടുത്തിട്ട് ആ കെട്ട് തൻ്റെ കഴുത്തിൽ തന്നെ മുറുകുന്ന അവസ്ഥയിലേക്ക് അഭി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു നല്ല സമയം നോക്കിയിരിക്കുകയാണല്ലോ നവ്യ. മാത്രമല്ല അനഘ അനന്തപുരിയിലേക്ക് വരുന്നതും നാഗേന്ദ്രൻ ആദർശിനോട് എല്ലാം തുറന്നു പറഞ്ഞാൽ താൻ ഇനി അനന്തപുരിയിൽ ഉണ്ടാവില്ല എന്ന പേടി കാരണം അജയനും ഉറക്കം വരാത്ത രാത്രികളാണ് ഇവർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വിശേഷത്തിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നവ്യയും നയനയും ആദർശും കൂടി പ്ലാൻ ചെയ്തതനുസരിച്ച് അവർ നന്ദാലയത്തിൽ ഒരുമിച്ച് കൂടാൻ തീരുമാനിക്കുകയാണല്ലോ. മാത്രമല്ല കനകയ്ക്കും ഗോവിന്ദനും നന്ദുവിനും ഒരു സർപ്രൈസും കൊടുക്കാമെന്നുമാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ നവ്യ പോകുന്നതറിഞ്ഞ് അഭിക്ക് ചെറിയ പേടിയൊക്കെയുണ്ട്. വല്യമ്മയും അമ്മയുമൊക്കെ കൂടി പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുമോ, എനിക്കതാ പേടിയെന്ന് അഭി നവ്യയോട് പറയുന്നുണ്ട്. അതിന് ചന്തുമോൾ ആദർശേട്ടൻ്റെ ചോരയില്ലേ, അതുകൊണ്ട് അവരെന്തൊക്കെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചാലും അതൊന്നും നിന്നെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് നവ്യ പറയുന്നുണ്ട്. പിന്നെ എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ വന്നാലേ ഞാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അഭിയോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ് നവ്യ. നീ ഇനി ടെൻഷൻ അടിച്ച് ചാകുമടാ എന്ന് നവ്യ മനസ്സിൽ പറയുകയാണ് കേട്ടോ. ഇവളെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതാ എൻ്റെ ഭാഗ്യമെന്നോർത്ത് സന്തോഷിക്കുകയാണ് അഭിയും. എന്നാൽ കനകയും നന്ദവും നയനയുടെയും ആദർശിൻ്റെയും കൂടെ ആരാ വരുന്നതെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നല്ലോ. എന്നാൽ അവരുടെ കൂടെ നവ്യയെ കാണുമ്പോൾ അതിശയത്തിലുപരി കനകയ്ക്ക് ദേഷ്യമാണ് തോന്നിയത്. സ്വന്തം മകളെ രക്ഷിക്കാനാണല്ലോ താനെന്ന് എല്ലാവരും വിലക്കിയിട്ടും അവളോടെല്ലാം തുറന്നു പറഞ്ഞത്. എന്നിട്ടും എൻ്റെ വാക്കിന് പുല്ല് വില തരാതെയാ അവൾ പോയത്. അതിനുശേഷം ആദർശിനെ നയനയും എന്തൊക്കെ വേണ്ടാതീനം പറയാവോ അതെല്ലാം അവൾ പറയുകയും ചെയ്തു. അതുകൊണ്ട് എന്തിനാ വന്നതെന്ന് കനകയ്ക്ക് ചോദിക്കേണ്ടി വന്നു. എന്നാൽ നിങ്ങൾ നവ്യയെ വിശ്വസിച്ചേ പറ്റുമെന്നും നമുക്ക് അൺനോൺ നമ്പറിൽ നിന്നും മെസ്സേജ് നൽകിയത് നവ്യ ആയിരുന്നു എന്നും ആദർശ് പറയുകയാണ്. ഇത് കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ് കനകയും ഗോവിന്ദനും നന്ദുവും. അതെ അമ്മേ, അമ്മ ചേച്ചിയോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ചേച്ചി അപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് 3-4 ദിവസത്തിനുള്ളിൽ സത്യങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. പിന്നെ ചേച്ചിക്ക് അഭിയെയും അവൻ്റെ അമ്മയെയും തകർക്കണമെന്ന ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് AM ജ്വല്ലറിയിൽ മോഡലായി പോയതെന്നും നയന പറയുകയാണ്. പക്ഷേ സത്യങ്ങളെല്ലാം ആദർശം നയനയും പറഞ്ഞപ്പോൾ കനക നവ്യയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. നിന്നോട് ദേഷ്യമുണ്ടായിരുന്നെങ്കിലും എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റാത്ത വിഷമം ഞങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് കനക പറയുന്നുണ്ട്. നിങ്ങൾ 3 പേരും ഒരുമിച്ചിറങ്ങിയപ്പോൾ അവർക്ക് സംശയം തോന്നിയില്ലേ എന്ന് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. വല്യമ്മയുടെ മകളുടെ കല്യാണമെന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛാ പോകുന്നത്, അതുകൊണ്ട് സംശയിക്കേണ്ട കാര്യമില്ല. ആദ്യം ചേച്ചി ഇറങ്ങുകയായിരുന്നു, അതിനുശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്നാലും മോളിങ്ങനെ ഞങ്ങളെ മുൾമുനയിൽ നിർത്തേണ്ടായിരുന്നു എന്ന് ഗോവിന്ദൻ നവ്യയോട് പറയുകയുണ്ടോ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. എന്നോട് ഒരുപാട് നാൾ മൂടി വെച്ചില്ലേ, അതിൻ്റെ വാശിയും സങ്കടവുമാ ഞാൻ നിങ്ങളോടെല്ലാം തീർത്തത്. അപ്പോൾ നന്ദു നവ്യയെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി അഭിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ചേച്ചിക്കുണ്ടായ പിണക്കമൊക്കെ മാറിയോ? അത് കേട്ട് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും നവ്യ പറയുന്നുണ്ട്, അതങ്ങനെയൊന്നും തീരില്ല. നീയെ ലോക്കപ്പിലിട്ട് അങ്ങനെ തല്ലിയാൽ പോരായിരുന്നു, അവനെ വാരിയിലടിച്ച് പൊട്ടിക്കണമായിരുന്നുവെന്നും അവനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധമാക്കണമെന്നുമായിരുന്നു നവ്യ പറഞ്ഞത്. ഇനി എനിക്കവനെ എൻ്റെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയണമെന്നും അതിന് അവനെ കുറച്ചുകൂടി കുരങ്ങ് കളിപ്പിക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ നന്ദാലയത്തിൽ വീണ്ടും കളിച്ചിരിയുമായി പോവുകയാണ്. നവ്യെല്ലാം തിരിച്ചറിഞ്ഞെന്നും നന്ദാലയത്തിൽ ചെല്ലുന്നുണ്ടെന്നുമുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. പക്ഷേ നന്ദുവിനോട് അവൻ പറഞ്ഞിരുന്നില്ല. കാരണം അതൊരു സർപ്രൈസ് ആണെന്നാണ് നയനയെടുത്തി പറഞ്ഞത്. നന്ദു അവനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നീ കാര്യം അറിഞ്ഞിട്ട് എന്താ എന്നോട് പറയാതിരുന്നത്? എടി അവരെ നിങ്ങൾക്കൊരു സർപ്രൈസ് വെച്ചതല്ലേ, അത് ഞാനായിട്ട് എന്തിനാ പൊളിക്കണത് എന്ന് കരുതിയ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവ്യയും നയനയും അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൾ വേഗം കോള് കട്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് നവ്യ ഫോൺ മേടിച്ച് നോക്കുകയാണ്. അനിത എന്നാണ് അനിയുടെ പേര് അതിൽ സേവ് ചെയ്തിരുന്നത്. നമ്പർ നോക്കുമ്പോൾ അത് അനിയുടെ നമ്പറാണെന്ന് നയനയ്ക്ക് മനസ്സിലാവുകയാണ്. ഇത് അനിയുടെ നമ്പറല്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പേടിച്ചു പോവുകയാണ്. പക്ഷേ നവ്യ അവളോട് പറയും, എന്തൊക്കെ വന്നാലും അനി തന്നെ നിന്റെ കഴുത്തിൽ താലി ചാർത്തും, അതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യുമെന്ന് പറയുകയാണ് കേട്ടോ. നവ്യയുടെ വാക്കുകൾ നന്ദുവിനെ ഒരാശ്വാസവും പ്രതീക്ഷയും നൽകുകയായിരുന്നു. അതേസമയം അഭി നാഗേന്ദ്രനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ചെറിയച്ഛൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്നും തന്നെ തല്ലിയെന്നും ഇനി അച്ഛനുമായി വല്ല ബന്ധമുണ്ടായാൽ അവിടെ നിന്നും പുറത്താക്കുമെന്നും പറഞ്ഞു.
എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാ അമ്മാവനെ ഇങ്ങനെ കാണുന്നതെന്നും ഇതിനും മാത്രം ശത്രുത അച്ഛനുമായിട്ട് അമ്മാവൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും അഭി നാഗേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അജയൻ എന്തിനാ പേടിക്കുന്നതെന്ന് സത്യത്തിൽ നാഗേന്ദ്രന് മനസ്സിലായില്ല. നിന്റെ അമ്മയ്ക്ക് പേടി കാണും, അതുപോലത്തെ ചതിയാ അവൾ എന്നോട് ചെയ്തത്. അമ്മയുമായിട്ട് എന്താ അച്ഛൻ ഇത്ര ശത്രുത എന്ന് അഭി ചോദിക്കുന്നുണ്ട്. അഭിയോട് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞാൽ അത് തനിക്ക് ഗുണത്തെക്കാളേറെ ചിലപ്പോൾ ദോഷം ചെയ്യും എന്ന് നാഗേന്ദ്രൻ അറിയാം. കാരണം അഭിയെ അയാൾക്കറിയാലോ. അത് വേണ്ട എന്ന് വെച്ച് അയാൾ അവനോട് പറയില്ല. അതൊക്കെ ഉണ്ട്, ഞാൻ സമയമാകുമ്പോൾ നിന്നോട് പറയാമെന്ന് അഭിയോട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടായിരുന്നു ജലജ അവരുടെ അടുത്തേക്ക് വന്നത്. എടാ അഭി, നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ? നീ ഇയാളുടെ അടുത്തേക്കാ പോരുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. അതാ നിന്റെ പുറകെ ഞാൻ വന്നത്. എന്നിട്ട് ദേഷ്യത്തോടെ നാഗേന്ദ്രനെ ജലജ നോക്കുകയാണ്. എന്നെയും എൻ്റെ വീട്ടുകാരെയും വഞ്ചിക്കാൻ നോക്കിയതിനാലാണ് നിങ്ങളെ എൻ്റെ അച്ഛൻ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കിയത്. പിന്നെ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വീണ്ടും വന്നതെന്ന് ജലജ നാഗേന്ദ്രനോട് ചോദിക്കുകയാണ്. എൻ്റെ മകനെയും മകളെയും പാട്ടിലാക്കാനാണ് ശ്രമമെങ്കിൽ വീണ്ടും എൻ്റെ അച്ഛനെ കൊണ്ട് വേണ്ടാത്ത കർമ്മങ്ങൾ ചെയ്യിക്കരുതെന്ന് ജലജ പറയുകയാണ്. നിന്റെ സ്വഭാവം നിന്റെ മക്കൾ തിരിച്ചറിയാനിരിക്കുന്നതേ ഉള്ളൂ ജലജ. വഞ്ചിച്ചത് ഞാൻ നിന്നെയല്ല, നീ എന്നെയാണ് വഞ്ചിച്ചത്. നിന്റെ ആർഭാടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചതാ എൻ്റെ തെറ്റ്. അതിന് നീ പറഞ്ഞതിന് കൂട്ടുനിന്ന എനിക്കാ തെറ്റ് പറ്റിയത്. എൻ്റെ മക്കൾ എന്നെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്നവർ ഈ അച്ഛൻ്റെ കൂടെ വരും. നീ നോക്കിക്കോ, നിന്നെ ചവിട്ടി മെതിച്ച് അവർ എൻ്റെ കൂടെ തന്നെ വരുമെന്ന് നാഗേന്ദ്രൻ പറയുകയാണ്. തനിക്ക് അച്ഛൻ താക്കീത് തന്നു വിട്ടതാണ്. ഇനി അച്ഛനെ കൊണ്ട് ഈ പ്രായത്തിൽ വേണ്ടാത്ത കർമ്മം ചെയ്യിക്കരുതെന്ന് പറഞ്ഞ് അഭിയേം വിളിച്ചുകൊണ്ട് പോവുകയാണ് ജലജ. ഇതെല്ലാം നയനയും നന്ദുവും നവ്യയും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടിയ സന്തോഷത്തിൽ അവർ ഒന്ന് പുറത്തു പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു. എന്തൊക്കെയാ മോളെ അനന്തപുരിയിൽ നടക്കുന്നതെന്ന് കനക നയനയോട് ചോദിക്കുന്നുണ്ട്. ഇരിക്കുന്നതേ ഉള്ളൂ അമ്മേ. അപ്പച്ചിയുടെ കയ്യിലാണ് തെറ്റ്. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ആദർശേട്ടൻ അതിൻ്റെ പുറകെയാണിപ്പോൾ. എല്ലാം തിരിച്ചറിഞ്ഞ് അവരെ പൂട്ടുമെന്ന് നയന പറയുമ്പോൾ നവ്യയും അമ്പരപ്പോടെ നിൽക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചിരുന്നു നയനെ, അഭിയും അവൻ്റെ അച്ഛനും തമ്മിൽ കാണുന്നുണ്ടോ എന്ന് എന്നോട് പലപ്പോഴായി അമ്മ തിരക്കിയിരുന്നു. എന്തോ പന്തികേടുണ്ടെന്ന് എനിക്ക് തോന്നിയതാണ് എന്ന് നവ്യ പറയുന്നുണ്ട്. ജലജ നേരെ ചെന്നത് അജയൻ്റെ അടുത്തേക്കാണ്. ചേട്ടാ, ഇവൻ ഇപ്പോഴും ഇവൻ്റെ അച്ഛനെ കാണുന്നുണ്ട്. ഇവനെ അയാളുടെ അരികിൽ നിന്നാണ് ഞാൻ കൊണ്ടുവരുന്നത്. എടാ, നിന്നോടല്ലേ പറഞ്ഞത് അയാളെ ഇനി കാണാൻ ശ്രമിക്കരുതെന്ന്. ഞാൻ AM ജ്വല്ലറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അച്ഛനെ കാണേണ്ടി വരുമെന്ന് അഭി പറയുകയാണ്. ഞങ്ങൾ ബിസിനസ് കാര്യങ്ങളാണ് സംസാരിച്ചത്. എൻ്റെ പിന്നാലെ വന്ന് അമ്മ പ്രശ്നമുണ്ടാക്കുകയായിരുന്നുവെന്ന് അഭി പറയുന്നുണ്ട്. നിന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒന്നുകൂടി ഞാൻ പറഞ്ഞേക്കാം. AM ജ്വല്ലറിയിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഈ തറവാട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കണം. ഇതറിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല എന്ന് പറഞ്ഞ് കാലുതുള്ളി അജയൻ പോവുകയാണ്. നാഗേന്ദ്രൻ എങ്ങാനും ആദർശിനൊപ്പം അച്ഛൻ്റെ അടുത്തെത്തിയാൽ അയാൾ എല്ലാ കാര്യവും തുറന്നു പറയുമെന്ന് ജലജയ്ക്ക് അറിയാമായിരുന്നു. അതിനാൽ ഒരു കാരണവശാലും നാഗേന്ദ്രൻ അനന്തപുരിയിൽ എത്തരുതെന്ന് ജലജ തീരുമാനിക്കുന്നു. ഒരു ദിവസം ജലജ കുറച്ച് ഗുണ്ടകളെ വിട്ട് നാഗേന്ദ്രനെ തട്ടിക്കൊണ്ടുപോകുന്നു. ആദർശ നയനയും തൻ്റെ ഓരോ നീക്കവും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ജലജയ്ക്ക് അറിയാമായിരുന്നു. ഇതിനിടയിൽ ആദർശ നയനയും നാഗേന്ദ്രനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ വേലക്കാരി സർ കുറച്ച് ദിവസമായി വന്നിട്ടെന്ന് പറയുകയാണ്. എങ്ങോട്ടാണ് പോയതെന്നറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നായിരുന്നു അവർക്ക് കിട്ടിയ മറുപടി. നിരാശയായാണ് നയനയും ആദർശും മടങ്ങിയത്. ഒരു ദിവസം ജലജ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് ആദർശ് നന്ദുവിനെ വിളിച്ചിട്ട് ജലജയെ ഫോളോ ചെയ്യാൻ പറയും. നന്ദുവും കൂട്ടുകാരും ജലജയ്ക്ക് പിന്നാലെ വണ്ടിയിൽ പോവുകയാണ്. എന്നാൽ തന്നെ ആരോ പിന്തുടരുന്നുണ്ടോ എന്ന ഡൗട്ട് ജലജയ്ക്ക് വരികയാണ്. സൈഡിലേക്ക് വണ്ടി പെട്ടെന്ന് ജലജ ഒതുക്കുകയാണ്. ഇത് കണ്ട് നന്ദു പറയും, അവർക്ക് സംശയം തോന്നിയിട്ടുണ്ട്, നമ്മൾക്ക് ശ്രദ്ധിക്കാതെ മുന്നോട്ട് തന്നെ പോകാം. ജലജ നേരെ ചെന്നത് നാഗേന്ദ്രനെ കെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. എടാ, നിന്നോട് എന്നെ ഉപദ്രവിക്കാതെ പോകാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ജലജ നാഗേന്ദ്രനോട് ആക്രോശിക്കുകയാണ്. അയാളെ തലങ്ങും വിലങ്ങും ജലജ അടിക്കുന്നുണ്ട്. ഭക്ഷണമൊന്നും കിട്ടാതിരുന്നതിനാൽ നാഗേന്ദ്രൻ വളരെ ക്ഷീണിതനായിട്ടാണ് കാണപ്പെട്ടത്. അടികൊണ്ട് തളർന്ന അയാൾ കൈകൂപ്പി എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് നന്ദുവും കൂട്ടരും അവിടെ എത്തുകയാണ്. എന്നിട്ട് ശബ്ദമുണ്ടാക്കി അവരുടെ ശ്രദ്ധ മാറ്റുന്നു. ശബ്ദം കേട്ടിടത്തേക്ക് ജലജയുടെ ഗുണ്ടകൾ വന്നു നോക്കുന്നുണ്ട്. എന്നാൽ ജലജ തന്നെ ആരും കാണരുതെന്ന് വിചാരിച്ച് ഒളിച്ചു നിൽക്കുകയാണ്. ഇതേ സമയത്ത് നന്ദുവിൻ്റെ കൂട്ടുകാർ നാഗേന്ദ്രനെ പുറത്തിറക്കി കൊണ്ടുപോകുന്നു. ഒടുവിൽ അവർ നാഗേന്ദ്രനെ നന്ദാവനത്തിലേക്കാണ് കൊണ്ടുവന്നത്. ഒരുപക്ഷെ ജലജ അവിടെ ഇയാളെ അന്വേഷിക്കില്ലായിരിക്കാം എന്ന തോന്നലായിരിക്കാം അവർ അങ്ങനെ ചെയ്തത്. അയാളെ അവിടെ സേഫായിട്ട് നന്ദുവും നയനയുമൊക്കെ നോക്കുന്നുണ്ട്. ഒടുവിൽ അയാൾ ആ സത്യങ്ങളെല്ലാം ആദർശിനോട് നയനയോട് പറയുകയാണ്. താനല്ല ഗോൾഡ് മാറ്റിയതെന്നും അത് ജലജയുടെ പണിയാണെന്നും അവൾക്കൊരു കാമുകനുണ്ടെന്നും അവളുടെ ജീവിതത്തിൽ നിന്നും തന്നെ അകറ്റി കാമുകനുമായി ജീവിക്കാനായിരുന്നു ജലജയുടെ പ്ലാൻ എന്നും പറയുകയാണ്. അവന്തിക അയാളുടെ കുഞ്ഞാണെന്നും ഇതറിഞ്ഞ് നയനയും ആദർശും നവ്യയും ധരിച്ചിരുന്നു പോയി. തന്നെ ഒരുപാട് അവൾ ഉപദ്രവിച്ചുവെന്നും അവളൊരു രാക്ഷസിയാണെന്നുമൊക്കെ നാഗേന്ദ്രൻ
പറയുന്നത് കേട്ട് ഇത്രയ്ക്ക് ദുഷ്ടിയായിരുന്നു ജലജയെന്ന് നായനെ ചോദിക്കുന്നുണ്ട്. അയാളുടെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് പോലും സങ്കടം തോന്നി. ഉടനെ അയാൾക്ക് ഭക്ഷണവും വസ്ത്രവുമൊക്കെ അവർ നൽകി. നാഗേന്ദ്രൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ജലജയ്ക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയാണ് തോന്നിയത്. ഇടയ്ക്കിടയ്ക്ക് നയന വീട്ടിലേക്ക് പോകുന്നത് കണ്ട് ജലജയ്ക്ക് സംശയം തോന്നുകയാണ്. ജലജ ഉടനെ തന്നെ ഒരാളെ ഏർപ്പാടാക്കുന്നു. നന്ദാവനത്തിൽ നാഗേന്ദ്രനുണ്ടോ എന്ന് അറിയണമെന്ന് പറയുന്നു. അതേസമയം ആദർശിന് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് മനസ്സിലാക്കിയ അജയന് ഉറക്കം നഷ്ടപ്പെടുകയാണ്. നന്ദൂട്ട, 1-2 ദിവസമായിട്ട് ഒരാൾ ഇവിടമാകെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഇനിയെങ്ങാനും ജലജ പറഞ്ഞയച്ചതായിരിക്കുമോ എന്ന് കനക ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദുവിനോട്. ഇതറിയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നന്ദു എന്തായാലും സൂക്ഷിക്കണം. അപ്പച്ചിയല്ലേ ആള്, ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. ആരോ അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നു എന്ന് പറയുന്നത് കേട്ട് നാഗേന്ദ്രന് പേടിയാവുകയാണ്. നാഗേന്ദ്രൻ ഒരു ദിവസം ഇവരെ കാണാതെ അവിടെ നിന്ന് ഒളിച്ചോടുകയാണ്. അയാൾ നേരെ ചെന്നുപെട്ടത് ജലജയുടെ ഗുണ്ടകളുടെ മുമ്പിലേക്കായിരുന്നു. അപ്പോഴാണ് നവ്യ നാഗേന്ദ്രനെ കാണുന്നത്. ഉടനെ നവ്യ നന്ദുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയും. പിന്നീട് നന്ദുവിന്റെ കൂട്ടുകാരും ജലജയുടെ ഗുണ്ടകളും തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. വീണ്ടും നന്ദുവിന്റെ കൂട്ടുകാർ നാഗേന്ദ്രനെ രക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.